ഹലോ ഗായ്സ്, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കപ്പിൾ ഫ്രണ്ട്ലി ബാച്ചിലേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്കാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് വേർത്തുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാം അല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പ്രോപ്പർട്ടിയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എൻട്രൻസിൽ തന്നെയാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ വരുന്നത്. ഇതൊരു പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കപ്പിളൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഒറ്റ കപ്പിളിന് സുഖമായിട്ട് നല്ല പ്രൈവസിയിൽ നല്ല യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്വിമ്മിംഗ് പൂളുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വലിയൊരു കുളമുണ്ട് കേട്ടോ. ഈ കുളത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒന്ന് ഞെട്ടും. അതായത് ഇത് ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ആണ്. അപ്പം ആ ഫോറസ്റ്റിൽ നിന്ന് ആനകളൊക്കെ വന്ന് ഇവിടെ നിന്ന് വെള്ളം കുടിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ഒരു ആനക്കുളം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആനകളൊക്കെ വന്ന് വെള്ളം കുടിക്കുന്ന ഒരു സ്ഥലമാണിത്. നല്ല ഭംഗിയായിട്ടുള്ളൊരു നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. ഇവിടെ നമുക്കൊരു നല്ല പ്രൈവസി ഉള്ള ഒരു ഏരിയ ആണ്. പിന്നെ അതുപോലെ ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. അപ്പോൾ കപ്പിൾസ് ആയിട്ടും ബാച്ചിലേഴ്സ് ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ ബാച്ചിലേഴ്സിനൊക്കെ അറ്റ് എ ടൈം 6 പേർക്കൊക്കെ സുഖമായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റും. കപ്പിളൊക്കെയാണ് ഒറ്റ കപ്പിളിനൊക്കെ സുഖം, നല്ലൊരു പ്രൈവസി, നല്ല പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അതുപോലെ പ്രൈവറ്റ് ആയിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ലൊരു സ്വിമ്മിംഗ് പൂളും ഉണ്ട്. അപ്പം നമുക്കിനി റൂമിന്റെ വിശേഷങ്ങളിലേക്ക് പോയാലോ. അതായത് ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി വരുന്നത് ഒരു ഹട്ട് പോലെയാട്ടോ അവർ ചെയ്തിരിക്കുന്നത്. അതായത് ഇതിന്റെ മുകളിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ റൂമിന്റെ എൻട്രൻസിന്റെ ഇവിടെ എത്തിയിരിക്കുക കേട്ടോ. അപ്പൊ നോക്ക്, ബാക്കിലേക്ക് നോക്കി ഫുൾ ഫോറസ്റ്റ് ആണ്, ബാക്ക് സൈഡ് ഫുൾ ഫോറസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് സംടൈംസ് ഇവിടെ എലിഫന്റ്, മാനൊക്കെ വരുന്നതൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് റൂമിലേക്ക് കയറാം. ഇതാണ് റൂം വരുന്നത് കേട്ടോ. റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഞാൻ വാവ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ്, നല്ല കൂൾ ആംബിയൻസ് ആണ്. അപ്പൊ നല്ല വലിയ ബെഡ് സ്പേസ് ആണ്. അപ്പൊ നമുക്ക് ബാച്ചിലേഴ്സ് ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ 6 പേർക്കൊക്കെ സുഖമായിട്ട് ഇവിടെ സ്റ്റേ ചെയ്യാം കേട്ടോ. കാരണം ഇവിടെ എക്സ്ട്രാ ബെഡും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ ഒരു ബാൽക്കണി പോലൊക്കെ ആയിട്ടുള്ളൊരു, അവിടെയൊക്കെ വെക്കുന്ന സൈസ് ഒരു ബെഞ്ച് പോലെ നമുക്ക് സൈഡിൽ ഇരിക്കാനൊക്കെ ആയിട്ട് നല്ല സ്പേസ് ഒക്കെ ഉണ്ട്. ഇവിടുന്ന് വ്യൂ ഉണ്ട് കേട്ടോ. ഈ ഒരു മിററിൽ നിന്ന് അങ്ങോട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഫുൾ ഫോറസ്റ്റ്, അതുപോലെ തന്നെ കുറച്ച് വയലും നമ്മുടെ ആനക്കുളമൊക്കെ നമ്മൾ നേരത്തെ കണ്ട പോലെ വലിയൊരു ആനക്കുളമാണ്. പിന്നെ റൂമിൽ വലിയ വേറൊരു സർപ്രൈസ് ഉണ്ട്. അപ്പൊ ഇവിടെ ചെറിയൊരു ബാൽക്കണി ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഒരു ബാൽക്കണി ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ബാൽക്കണി. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. നല്ല സ്പേസിൽ നല്ലൊരു പ്രൈവസി ഇവിടുത്തെ പ്രൈവസി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഡയറക്റ്റ് തന്നെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നല്ലൊരു പ്രൈവറ്റ് സ്പേസ് ആണ്. ആ സ്പേസ് വ്യൂ പോകുന്നത് ബാക്ക് സൈഡിലെ ഫോറസ്റ്റിലേക്കാണ്. നല്ലൊരു ഫോറസ്റ്റ് ആംബിയൻസ് നിങ്ങൾക്ക് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഈ ടൈമല്ല, നൈറ്റ് ഒക്കെ ആകുമ്പോൾ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും, അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഈ നൈറ്റ് ആംബിയൻസ് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. നല്ലൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ. അപ്പോൾ കപ്പിൾസിനും ബാച്ചിലേഴ്സിനും ബെറ്റർ ആണ്. നല്ല അടിപൊളി പ്രോപ്പർട്ടിയാണ്. ഇതാണ് ഹട്ടിലെ അറ്റാച്ച്ഡ് വാഷ്റൂം. അപ്പൊ ഈ ഒരു ഹട്ടില് ചെറിയൊരു അറ്റാച്ച്ഡ് വാഷ്റൂമും കൂടെ അവർ നിന്ന് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നന്നായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇനി പോകുന്നത് ഇവിടുത്തെ കിച്ചൺ ഏരിയയിലേക്കാണ്. നല്ലൊരു പ്രൈവറ്റ് സ്പേസ്, നല്ലൊരു പ്രൈവറ്റ് കിച്ചൺ, കോമൺ കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ഇവിടെ നിന്ന് കുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അവിടെ പ്ലേറ്റ്സ് കാര്യങ്ങള്, പിന്നെ അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റവ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു മിനി ഫ്രിഡ്ജും ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നല്ലൊരു സ്പേസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കുക്ക് ചെയ്യുന്നതിന്റെ കിച്ചന്റെ ഫ്രണ്ടിലായിട്ട് ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇവിടെ ഗാദർ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫ്രണ്ട് സൈഡിലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ആന വന്ന് വെള്ളം കുടിക്കുന്ന സ്ഥലമുണ്ട്. അതുപോലെ ഈ സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ലൊരു പച്ചപ്പുള്ള നല്ല ഏരിയ ആണ്. ഈ ഒരു ഏരിയയിൽ അവർ ക്യാമ്പ് ഫയറിന്റെ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ക്യാമ്പ് ഫയർ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ ബാക്ക് സൈഡിലെ ഫോറസ്റ്റിന്റെ ആംബിയൻസ്, നൈറ്റുള്ള ആംബിയൻസ് തന്നെ വേറെ ലെവലായിരിക്കും കേട്ടോ. അപ്പോൾ അന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ക്യാമ്പ് ഫയർ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം. പിന്നെ നമുക്കിവിടെ ബാർബിക്യൂ ചെയ്യണേ, ബാർബിക്യൂ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാൻ പറ്റുന്നുള്ള 100% ഉറപ്പാണ്. മെയിനായിട്ട് ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രൈവസി, പിന്നെ ഈ ഒരു ആംബിയൻസ്, ഒരു ഫുള്ള് വൈൽഡായിട്ടുള്ളൊരു നല്ലൊരു പ്രകൃതി ഭംഗി കാത്തിരിക്കാൻ പറ്റും. നല്ല അടിപൊളി.
നിങ്ങൾക്കും ഈ ഫോറസ്റ്റ് ആംബിയൻസ് എക്സ്പീരിയൻസ് ചെയ്യണമല്ലേ? നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വഴികാട്ടി പേജുമായിട്ട് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതൽ നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഓഫ് ജിതിൻ. സ്റ്റേ ട്യൂൺ.